ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ 90 ദിവസത്തെ വർക്കൗട്ടിൻ്റെ 4ാമത്തെ ദിവസമാണ്. ഞാൻ വീട്ടിൽ ചെയ്യുന്ന എൻ്റെ 90 ദിവസത്തെ വർക്കൗട്ടിൻ്റെ ഒരു ചലഞ്ചാണ്, അതിൻ്റെ 4ാമത്തെ ദിവസം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്ക് വർക്കൗട്ടും അത് കണക്ക് തന്നെ നമ്മുടെ ഫോർ ആംസിനും കാഫ് മസിലിനും ഈ മസിൽ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് 4ാമത്തെ ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം ഇന്ന് ഡംബലിൻ്റെ വെയിറ്റ് ഒരല്പം കൂട്ടിയിട്ടുണ്ട്, 10 കിലോയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ വർക്കൗട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള മുമ്പിട്ട 3 ദിവസത്തെ വർക്കൗട്ടുകൾ കയറി കാണണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളും വീട്ടിൽ ഫോളോ ചെയ്യും, നല്ല റിസൾട്ട് ഉണ്ടാവും, ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ഡയറ്റും കൂടെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതിനൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ഷ്രഗാണ്. ഓക്കെ, അപ്പം 10 കിലോയുടെ ഡമ്പലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പം ഞാൻ ഷ്രഗ് ചെയ്യും. ഷ്രഗ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സെറ്റാണ് ചെയ്യുന്നത്. 4 സെറ്റ് ഏകദേശം മാക്സിമം ഫെയിലുവർ സെറ്റ് എന്ന് വെച്ചാൽ റബ്സ് ഇല്ല, എത്രത്തോളം ഫെയിലുവർ ആവുന്നോ അത്രത്തോളം ചെയ്യും. അങ്ങനെ 4 സെറ്റാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വർക്കൗട്ട്. ഞാൻ ഈ ഷ്രഗ് ബാക്കിൻ്റെ വർക്കൗട്ട് ദിവസമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡമ്പൽ വെച്ച് ഡെഡ് ലിഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഡ് ലിഫ്റ്റ് ഞാൻ ചെയ്യുന്നത് 5 സെറ്റാണ്. 5 സെറ്റ് എന്ന് പറയുന്നത് 16 റപ്സ് വെച്ചാണ് ഈ 5 സെറ്റും ഞാൻ ചെയ്യുന്നത്. 16 റപ്സ് വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം ഒരു വെയിറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് റപ്സ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യില്ല, ആ ഒരേ റപ്സിൽ തന്നെയാണ് പോകുന്നത് ഈ 5 സെറ്റും. അപ്പം ഇതാണ് ബാക്കിൻ്റെ രണ്ടാമത്തെ വർക്കൗട്ട്. അപ്പം മൂന്നാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ബാക്കിന് ചെയ്യുന്ന പുള്ളപ്സ് ആണ്. അപ്പം ഇതിനൊക്കെയുള്ള ഷെയ്ഡിലാണ് ഞാൻ പുള്ളപ്സ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളപ്സ് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഫെയിലുവർ സെറ്റ്, അങ്ങനെ 3 സെറ്റ് ചെയ്യും. എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ ശ്രമിക്കും. കാരണം ബാക്കിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് പുള്ളപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഞാൻ ചെയ്യാൻ ശ്രമിക്കുമോ അത്രത്തോളം ഞാൻ ചെയ്യും, മാക്സിമം ഫെയിലുവർ സെറ്റ്. ഓക്കെ, അങ്ങനെ 3 സെറ്റ്. അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് കാപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം കാപ്സ് നമ്മൾ ചെറിയ മസിൽ ഗ്രൂപ്പിനും ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് 4 സെറ്റ് ചെയ്യും. 4 സെറ്റും ഫെയിലുവർ സെറ്റ് ആയിരിക്കും. മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും. കാരണം ഫെയിലുവർ ആവുന്നവരെ ചെയ്യുക. കാരണം കാഫസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. നമ്മൾ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു മസിൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കാപ്സിന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യും. മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ അടുത്ത വർക്കൗട്ട്.
അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഫോർ ആംസിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഫോർ ആംസിൻ്റെ വർക്കൗട്ടും ഞാൻ 4 സെറ്റ് ചെയ്യും. ഓക്കെ, അതും റെപ്സ് ഇല്ല, മാക്സിമം ഫെയിലിയർ ആവുന്നവർ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ 4 സെറ്റ് ചെയ്യും. അപ്പം ഇതോടുകൂടി ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം 4ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾക്കും ഒരു 2 ഡമ്പലൊക്കെ വീട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. കാരണം ഞാൻ യാതൊരു വിധത്തിലുള്ള എക്യുപ്മെൻസുകളും വേറെ ഉപയോഗിക്കുന്നില്ല. ഇടയ്ക്ക് അല്പം കൂടെ മുമ്പോട്ടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ മറ്റുള്ള എക്യുപ്മെൻസുകൾ ഉപയോഗിക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് തൽക്കാലം ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഫോളോ ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾ ആദ്യത്തെ വീഡിയോകളും പോയി കാണുക. ആദ്യത്തെ 3 ദിവസത്തെ വർക്കൗട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണുക. 4ാമത്തെ വർക്കൗട്ടാണ് ഇന്നത്തേത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇങ്ങനെ എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇങ്ങനെ 90 ദിവസമൊക്കെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആരെങ്കിലും ചെയ്തതായിട്ട് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് ഞാൻ അപ്പം എൻ്റെ ഒരു ബോഡിയുടെ ഒരു നമ്മൾ ചെയ്തുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നുണ്ടെയാണല്ലോ നമുക്കൊരു ഇൻസ്പിറേഷൻ വരുന്നത്. നമ്മൾ ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ വരുന്നത്, അത് കാണുന്നവർക്ക്. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം വർക്കൗട്ടിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പം 5ാമത്തെ ദിവസത്തെ വർക്കൗട്ടുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.